അസ്സലാമു അലൈക്കും, നമസ്കാരം. പ്രിയ സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മുടെ ഒരു മന്ത്രി മരിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിഷമമുള്ള ഒരു കാര്യമാണ്. വിമാന അപകടത്തിലാണ് മരിച്ചത്. നമുക്കറിയാം, ഇന്ത്യയിൽ പല സ്ഥലത്തും ഒരുപാട് വിമാന അപകടങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും കൃത്യമായിട്ട് കേന്ദ്ര സർക്കാർ അന്വേഷിച്ചിട്ട് ഇത് എന്തുകൊണ്ട് അപകടങ്ങൾ സംഭവിക്കുന്ന വിമാനങ്ങൾക്ക്. നമുക്കറിയാം, ഈ അടുത്തായിട്ട് തന്നെ വലിയൊരു ദുരന്തം ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ മരിച്ച്, അല്ലേ? അതൊരു പാസഞ്ചർ വണ്ടിയായിരുന്നു. അപ്പൊ അതിന്റെ സത്യങ്ങൾ എന്താണ്, എവിടെയാണ് തെറ്റുപറ്റി, ഇതും ഒരു അന്വേഷണം വന്നില്ല. ഇത്രയും ആളുകൾ മരിച്ചിട്ട് പോലും ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രിമാർക്കും ഒരു കുഴപ്പമില്ല. അതിനെതിരെ ശക്തമായിട്ടുള്ള ഒരു നടപടിയുമില്ല, ഒരു പ്രതിഷേധവുമില്ല. പക്ഷെ ഇവിടെ കേരളത്തില് പോലീസുകാര് ജീപ്പിലിരുന്നിട്ട്, ഡ്യൂട്ടിയിലുള്ള പോലീസുകാര് ജീപ്പിലിരുന്ന് മദ്യപിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് തെറി. മുഖ്യമന്ത്രിയാണ് ഇതിന് കാരണം. ഹോസ്പിറ്റലില് ഏതെങ്കിലും ഒരു സ്റ്റാഫിന്റെ നീചമായിട്ടുള്ള ഒരു മനസ്സുകൊണ്ട് ഒരു വ്യക്തി മരിച്ച ദേ കിടക്കുന്ന മുഖ്യമന്ത്രിക്ക് തെറി. ഇവിടെ വിമാനത്തിൽ ആൾക്കാര് യാത്ര ചെയ്യുമ്പോൾ അപകടം വന്ന് മരിക്കുന്നു, അതൊരു കുഴപ്പവുമില്ല, അതൊരു പ്രശ്നവുമില്ല, അത് ഒരാൾക്കും ഒരു കുറ്റവുമില്ല. അതൊരു അപകടത്തിന്റെ രീതിയിൽ തള്ളിവിടുക. ഇവിടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് ആരെങ്കിലും എന്തെങ്കിലും കുറ്റം ചെയ്താൽ അപ്പൊ പിണറായിന്റെ തന്തയ്ക്ക് വിളിക്കുക. എന്നിട്ട് പിണറായിന്റെ ഭരണം ശരിയല്ല. പിണറായി വിജയൻ പോലീസുകാർക്ക് കൃത്യമായിട്ടുള്ള പനിഷ്മെന്റ് കൊടുത്തു. അങ്ങേർക്ക് അറിഞ്ഞാൽ തന്നെ എല്ലാവരും സസ്പെൻഡ് ചെയ്തു. അതുപോലെ തന്നെ ആ ഹോസ്പിറ്റലിൽ ഒരു വ്യക്തി മരിക്കാനുള്ള കാരണമായ എല്ലാ സ്റ്റാഫിനെയും പിരിച്ചുവിട്ട്. ഇതൊക്കെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളൊരാളെ ജോലിക്ക് വെച്ച് കഴിഞ്ഞാൽ ആ ജോലി അവർ കൃത്യമായി ചെയ്തില്ലെങ്കിൽ നമ്മൾ നടപടി എടുക്കുക എന്നുള്ളതാണ്. നടപടി എടുത്തില്ലെങ്കിലാണ് പ്രശ്നം. അപ്പൊ ഇവിടെ ആലോചിച്ച് നോക്കണം, ഇരട്ടത്താപ്പ്. അപ്പൊ നിങ്ങൾ കമന്റിൽ പറയുക, എത്ര വിമാന അപകടങ്ങൾ ഇന്ത്യയിൽ ഇപ്പൊ അടുത്തായിട്ട് നടന്നിട്ടുണ്ട്, എത്ര ആളെ ശിക്ഷിച്ചിട്ടുണ്ട്, ആരെങ്കിലും ഇതിന്റെ പേര് രാജിവെച്ചിട്ടുണ്ടോ, രാജ്യത്ത് എവിടെയെങ്കിലും ഇതിന്റെ പേരിൽ ഒരു പ്രതിഷേധം ഉണ്ടായിട്ടുണ്ടോ? പക്ഷെ ഇവിടെ കേരളത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ കുറ്റകൃത്യം ഉണ്ടെങ്കിൽ പിണറായിക്കെതിരെ വലിയൊരു സൈബർ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. സഖാക്കളൊക്കെ കണ്ണുമൂടിയിരിക്കുന്നു, വായും കെട്ടിയിരിക്കുന്നു. ഒരക്ഷരം മിണ്ടാൻ ഒരു സഖാക്കളെ പോലും കാണുന്നില്ല. സഖാക്കളൊക്കെ എവിടെ പോയി എന്ന് പോലും അറിയുന്നില്ല. സോഷ്യൽ മീഡിയയിൽ സഖാക്കൾ ഇല്ലേ? എന്താണ്, എനിക്കൊന്നും മനസ്സിലായില്ല. പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമന്റിൽ പറയുക.